അസഹ്യമായ ദുർഗന്ധത്തോടെ അല്ലാതെ ദീർഘദൂര ട്രെയിനുകളുടെ ശുചിമുറിയിൽ കയറാൻ കഴിയില്ല. ആവശ്യത്തിന് വെള്ളമോ വൃത്തിയോ പല ട്രെയിനുകളുടെയും ശുചിമുറിയിൽ ഇപ്പോഴുമില്ല. നമുക്ക് പരിശോധിക്കാം. പാലക്കാട് നിന്ന് തൃശ്ശൂരിലേക്കൊരു യാത്ര പോവുകയാണ്. ഹിമസാഗർ എക്സ്പ്രസ് ആണ് ഇനി വരാനുള്ളത്. അവിടുത്തെ ടോയ്ലറ്റുകളുടെ അവസ്ഥ എന്താണ്, ട്രെയിനിൻ്റെ ഉള്ളിലെ സ്ഥിതി എന്താണ്, നമുക്ക് പരിശോധിക്കാം. ഇതിനിടയിൽ വന്ന എറണാകുളം പാറ്റ്ന സ്പെഷ്യൽ ട്രെയിനാണ്. അതിനുള്ളിൽ തീരെ പറ്റുന്നില്ല. അതിൻ്റെ ബാത്റൂമൊക്കെ വളരെ മോശം, വളരെ നാറ്റമൊക്കെ അടിക്കുന്നുണ്ട്. മൂക്ക് പൊത്താതെ ഈ കമ്പാർട്ട്മെന്റിന്റെ എവിടെയും ഇരിക്കാൻ കഴിയില്ല. ബോഗിയിലെ ഓരോ ഭാഗത്തേക്കും എത്തും മനുഷ്യ വിസർജ്യത്തിന്റെയും പാൻ പരാഗിന്റെയും വൃത്തികെട്ട മണം. ബാത്റൂമിൽ നമുക്ക് പാനേ ഒക്കത്തില്ല. ബാത്റൂമിൽ ഞാനിപ്പോൾ ഈ റോഡിൽ നിന്ന് ട്രെയിൻ കയറി ഇവിടെ വരെ മൂത്രം ഒഴിക്കാതെ ഇപ്പോൾ ഇവിടെ നിർത്തിയപ്പോൾ പുറത്ത് പോയി മൂത്രം ഒഴിച്ചിട്ടുണ്ട് കയറിയത്. സാധാരണ ഞങ്ങൾ ഈ റോഡിൽ പോയി കഴിഞ്ഞാൽ ഷാലിമാറിനകത്ത വരുന്നത്. അതിനകത്ത് തീരെ വരാൻ പറ്റാത്ത പേടിച്ച ഇതിനകത്ത് കയറിയപ്പോൾ ഇത് അതിനെക്കാട്ടി കഞ്ഞിയാട്ടെ യവന്മാർ വരുന്ന വണ്ടി എല്ലാം ഇതിങ്ങനെയാണ്. വളരെ പരിതാപകരമാണ്. നല്ല രീതിയിലാണ് ഓടിക്കുന്നുണ്ട്. പക്ഷേ നമുക്ക് യാത്ര ചെയ്യണമല്ലോ, നമുക്ക് നമ്മുടെ ആവശ്യം നടക്കണമെങ്കിൽ ഇവിടുന്ന് A to B നമ്മൾ എത്താണ്ടിരിക്കാൻ പറ്റത്തില്ല. സഹിച്ചവിടെ വരെ എത്തുന്നു നമ്മൾ. ഞാൻ പാലക്കാട് നിന്ന് കുറേ ദൂരം യാത്ര ഇനിയിപ്പോൾ തിരുവനന്തപുരം വരെ പോകണം. അപ്പോൾ ഇത് എങ്ങനെ സ്മെല്ല് കേട്ടിട്ട് നമ്മളെങ്ങനെ ഇരിക്കുക? കുട്ടികളൊക്കെ ഉള്ള ചെറിയ കുട്ടികളൊക്കെ ഉള്ളതല്ലേ, ഭയങ്കര ദയനീയാവസ്ഥയാണ്. ഈ അൺറിസർവ്ഡ് കമ്പാർട്ട്മെൻറ്റിലെ എല്ലാ ബാത്റൂമുകളുടെയും സ്ഥിതി തന്നെയാണ് വളരെ മോശം. ചില സ്ഥലത്ത് വെള്ളമില്ല, വെള്ളം എടുത്ത് കണ്ടോ പൈപ്പിൽ നിന്ന് പൊട്ടി ഇങ്ങനെ വെള്ളം ഒഴിക്കുന്ന സ്ഥിതി. ആകെ വൃത്തിയായിട്ട് വാഷ് ബേസിനൊക്കെ പറയേ വേണ്ട. അത്രമാത്രം മോശമുള്ള സ്ഥിതിയിലാണ് നമ്മുടെ റെയിൽവേയിലെ അൺറിസർവ്ഡ് കമ്പാർട്ട്മെൻറ്റുകളുള്ളത്. ഞാനും മൽഘോഷും തൃശ്ശൂർക്കാണ് ടിക്കറ്റ് എടുത്തത്. പക്ഷേ ഒറ്റപ്പാലത്ത് വെച്ച് ഞങ്ങളുടെ യാത്ര അവസാനിപ്പിക്കുകയാണ്. കാരണം അത്ര മോശമാണ് ജനറൽ കമ്പാർട്ട്മെൻറ്റിൻ്റെ ഉള്ളിലെ സ്ഥിതി. ഈ ട്രെയിനിൽ മാത്രമല്ല മറ്റു പല ട്രെയിനുകളിൽ ഇത് തന്നെയാണ് അവസ്ഥ.